രാമക്ഷേത്രം ആർഭാടങ്ങളോടെ നടത്തി മോദി. രാമക്ഷേത്രത്തിലൂടെ പുതിയ തിരഞ്ഞെടുപ്പിന്, ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കാഹളം മുഴക്കി മോദി. പക്ഷേ മോദിക്ക് തിരിച്ചടി വരുന്നു പല ഭാഗങ്ങളിൽ നിന്നും. രാമക്ഷേത്രം പണിഞ്ഞത് ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥലത്താണ്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് രാമക്ഷേത്രം പണിഞ്ഞത്. ദീർഘകാലത്തെ നിയമ വ്യവഹാരങ്ങൾക്ക് ഒടുവിൽ രാമക്ഷേത്രം പണിഞ്ഞുകൊണ്ട് മോദി തകർപ്പൻ പ്രകടനം തന്നെ നടത്തി. രാമക്ഷേത്രം പണിഞ്ഞപ്പോൾ അവിടെ രജനീകാന്തും ചിരഞ്ജീവിയും അമിതാഭ് ബച്ചനും കത്രീന കൈഫും അഭിഷേക് ബച്ചനും ഒക്കെ എത്തി രാമക്ഷേത്രത്തിന് പിന്തുണ പാടിക്കൊണ്ട്. പക്ഷേ തിരിച്ചടി മോദിയെ കാത്തിരിക്കുന്നു. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണ്. ലോകത്തെമ്പാടുമുള്ള മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ചും മുസ്ലിങ്ങൾ, രാമക്ഷേത്രത്തിന് എതിരാണ്. ഗൾഫ് രാജ്യങ്ങളിൽ സംഘികൾക്ക് വിസ നിഷേധിക്കുന്ന അവസ്ഥ സംജാതമായിരിക്കുന്നു. രാമക്ഷേത്ര ചടങ്ങിൽ മധുര വിതരണം ചെയ്ത 7 കുവൈറ്റുകാരെ വിസ നിഷേധിച്ച് കുവൈറ്റ് തിരിച്ചടിച്ചത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ ഗൾഫ് രാജ്യങ്ങളാണ്. ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയെ ഒട്ടാകെ ബഹിഷ്കരിച്ചിരിക്കുന്ന അവസ്ഥ. മോദി എന്തൊക്കെ ചിന്തിച്ചോ, മോദി എന്തൊക്കെ പ്രവർത്തിച്ചോ അതിനൊക്കെ തിരിച്ചടിയാണ് രാമക്ഷേത്രം നൽകിയിരിക്കുന്നത്. രാമക്ഷേത്രം പണിഞ്ഞത് ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥലത്താണ്. രക്തരൂക്ഷിതമായ വിപ്ലവത്തിലൂടെയാണ് രാമക്ഷേത്രം കർസേവകർ പണിഞ്ഞത്. ബാബറി മസ്ജിദ് തകർത്തെറിഞ്ഞുകൊണ്ട് രാമക്ഷേത്രം പണിയുമ്പോൾ അതിന് മുൻകൈയെടുത്തിരുന്ന ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന അതിന് പോയിട്ടില്ല. ഇന്ത്യയിലെ ഒറ്റ പ്രതിപക്ഷ കക്ഷികളും പോയിട്ടില്ല. അവരെല്ലാം രാമക്ഷേത്രം ബഹിഷ്കരിച്ചു. രാമക്ഷേത്രം ബഹിഷ്കരിച്ചുകൊണ്ട് അവർ അവരുടെ മതേതര സ്വഭാവം കാണിച്ചു. ഇന്ത്യയിലെ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ ഒന്നാകെ അരക്ഷിതാവസ്ഥയിലാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർ മോദിക്കെതിരെ വോട്ട് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. മറ്റൊന്ന് ദളിത് സമൂഹമാണ്. ദളിത് സമൂഹവും രാമക്ഷേത്രത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. ദളിത് സമൂഹം രാമക്ഷേത്രത്തോട് ശക്തമായ വിയോജിപ്പാണ് പ്രകടിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ രാമക്ഷേത്രം മോദിക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ രാമക്ഷേത്രത്തിനെതിരെ പ്രതിഷേധം ഇരമ്പുന്നു. സംഘികൾക്ക് വിസ നിഷേധിച്ചുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ തീരുമാനം എടുത്തിരിക്കുന്നു. സംഘികളെ സംബന്ധിച്ചിടത്തോളം രാമക്ഷേത്രം ഇന്ത്യയിലെ അഭിമാന ക്ഷേത്രമാണ്. അവർ ഒരുപാട് കാലമായി രാമക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ സംഘികൾ ജോലി ചെയ്യുന്ന, അവർക്ക് വരുമാനം ലഭിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ രാമക്ഷേത്രത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. മുസ്ലിം സമുദായം ഒന്നടങ്കം രാമക്ഷേത്രത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. മുസ്ലിം സമുദായത്തിലെ വലിയ നേതാക്കളൊന്നും രാമക്ഷേത്രത്തിലേക്ക് പോയിട്ടില്ല. രാമക്ഷേത്രത്തിന് പകരമായി ബാബറി മസ്ജിദിന് സ്ഥലം കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ്. പക്ഷേ അവിടെ ബാബറി മസ്ജിദ് നിർമ്മിക്കാൻ അവർ തീരുമാനിച്ചിട്ടില്ല. പകരം കൃഷിഭൂമിയാക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതവരുടെ പ്രതിഷേധമാണ്. മോദി എന്തിനു വേണ്ടി, ഏത് കാര്യത്തിനു വേണ്ടി യുദ്ധകാഹളം മുഴക്കിയോ ആ യുദ്ധകാഹളം വ്യർത്ഥമായി മാറുന്നു. ഇന്ത്യ മുന്നണി ശക്തമായി തന്നെയാണ് രാമക്ഷേത്രത്തിനെതിരെ പ്രതിഷേധിച്ചത്. മമതാ ബാനർജി സർവമത റാലി നടത്തി രാമക്ഷേത്രത്തിൻ്റെ
പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ. അങ്ങനെ പലയിടത്തു നിന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാകുന്നു മോദിക്ക്. മോദിയെ സംബന്ധിച്ചിടത്തോളം രാമക്ഷേത്രം അഭിമാനമായിരിക്കാം. മോദിയെ സംബന്ധിച്ചിടത്തോളം രാമക്ഷേത്രം തിരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള കാഹളം ആയിരിക്കാം. പക്ഷേ ആ കാഹളം മാറിപ്പോകുന്നു. ആ കാഹളത്തിനെതിരെ മുസ്ലിങ്ങൾ ഒന്നടങ്കം രംഗത്തെത്തിയിരിക്കുന്നു. ദളിതർ ഒന്നടങ്കം രംഗത്തെത്തിയിരിക്കുന്നു. രാമക്ഷേത്രം സംഘികളുടെ സ്വപ്നമാണ്, പക്ഷേ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരുടെ സ്വപ്നമല്ല.